വെൽക്കം ടു ഗ്രാഡ് ക്യാപ് ഇൻസൈറ്റ്സ്. നിങ്ങൾ സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ IELTS, ടോഫൽ, PT തുടങ്ങിയ ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനാണോ? ടുഡേ വി ആർ കമ്പയറിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. റീഡിംഗ്, റൈറ്റിംഗ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ് എന്നിങ്ങനെ 4 കഴിവുകളാണ് ഇതിൽ പരിശോധിക്കുന്നത്. ഇതിൽ ടോഫലിനും IELTSനും ഈ ഓരോ മൊഡ്യൂൾസിനും സെപ്പറേറ്റ് എക്സാമിനേഷനാണ്. പക്ഷേ PTക്ക് 3 സെഷനായിട്ടാണ് എക്സാമിനേഷൻസ് വരുന്നത്. IELTS ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പരീക്ഷയാണ്. മറ്റ് എക്സാമിൻസിൽ നിന്ന് വ്യത്യസ്തമായി സ്പീക്കിംഗ് പരീക്ഷ ഒരു എക്സാമിനറുമായി നേരിട്ട് സംസാരിച്ചാണ് നടത്തുന്നത്. മനുഷ്യരുമായി നേരിട്ട് സംസാരിക്കാൻ ആത്മവിശ്വാസമുള്ളവർക്ക് IELTS നല്ലൊരു ഓപ്ഷനാണ്. UK, കാനഡ, യൂറോപ്യൻ കൺട്രീസ് പ്രിഫർ ചെയ്യുന്നവർക്ക് IELTS നല്ലൊരു ഓപ്ഷനാണ്. ടോഫിൽ പ്രത്യേകിച്ച് അമേരിക്കൻ സർവകലാശാലകളിൽ വളരെ ജനപ്രിയമാണ്. സ്പീക്കിംഗ് ഉൾപ്പെടെ മുഴുവൻ പരീക്ഷയും കമ്പ്യൂട്ടറിലാണ്. അക്കാഡമിക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ സുഖകരമാണെങ്കിൽ ടോഫിൽ മികച്ചൊരു തിരഞ്ഞെടുപ്പായിരിക്കും. PT പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. AI അടിസ്ഥാനത്തിലാണ് സ്കോറിംഗ്. സാധാരണയായി 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കുന്നതിനാൽ വളരെ വേഗത്തിലുള്ള പരീക്ഷയാണ്. IELTS, ടോഫൽ, PT എന്നതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നത് നമ്മൾ ഏത് കൺട്രിയിലേക്ക് പോകുന്നു എന്നതിൻ്റെയും കൂടെ ഒരു കാരണമാകുന്നുണ്ട്. IELTS ലോകം മൊത്തം അംഗീകരിക്കുന്നതാണ്. എന്നാൽ US കൂടുതൽ കുട്ടികൾ ടോഫൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് PT പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ജർമ്മനിക്ക് PT അത്ര പ്രിഫേർഡ് അല്ല എന്ന കാര്യം കൂടെ ഓർക്കുക. ഇതേപോലെ കൺട്രീസും കൂടെ മനസ്സിൽ വിചാരിച്ച് വേണം ഈ എക്സാമിനേഷൻസ് നമ്മൾ ചൂസ് ചെയ്യാൻ. അടുത്തത്, ഈ ടെസ്റ്റുകൾ എടുക്കുന്നത് നമ്മൾ എബ്രോഡ് പോകുന്നതിൻ്റെ ലക്ഷ്യത്തെയും കൂടെ ആശ്രയിച്ചിരിക്കും. ഇപ്പം സ്റ്റുഡൻറ്റ് വിസ ആണ് പോകുന്നതെങ്കിൽ IELTS PTയുടെ അക്കാഡമിക് വേർഷനും, അങ്ങനല്ല നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ IELTS ജനറൽ, PT കോർ തുടങ്ങി വ്യത്യസ്ത എക്സാമിനേഷനാണ് എടുക്കുന്നത്. എന്നാൽ ടോഫലിന് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഇൻഫോംഡ് ഡിസിഷൻസ് വെച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്രാഡ് ക്യാപ് ഇൻസൈറ്റ്സ്.